ഹായ് ഓൾ, എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി വാട്ട് ആർ ദ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ബ്രിഡ്ജസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ്, അതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. PSC പോയിന്റ് ഓഫ് വ്യൂ, അതുപോലെ തന്നെ RRB JE SSC JE അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കുറച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് നമുക്ക് ഈ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൽ നിന്ന് പ്രതീക്ഷിക്കാം. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, SSC ഗേറ്റ്, RRB PSC അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിന്ന് ക്ലാസ്സിലോട്ടേക്ക് വരാം. സോ എന്താണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കത് മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് റോഡ് ബ്രിഡ്ജ് ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ്, ഇപ്പം മെയിൻലി ഇപ്പം റിവർ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വാട്ടർ ബോഡി, വാലീസ്, അതുപോലെ റോഡ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പാസേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒബ്സ്റ്റക്സിനെ സേഫ്ലി എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ബ്രിഡ്ജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അതായത് വാട്ടർ ബോഡീസ്, വാലി അല്ലെങ്കിൽ റോഡ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്സ്റ്റക്കിൾ വരികയാണെങ്കിൽ അതിനെ സേഫ്ലി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. എ ബ്രിഡ്ജ് ഈസ് എ സ്ട്രക്ചർ വിച്ച് ഈസ് ബിൽറ്റ് ഓവർ സം ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾ സച്ച് ആസ് എ ബോഡി ഓഫ് വാട്ടർ, വാലി ഓർ റോഡ് ആൻഡ് ഇറ്റ്സ് പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ക്രോസിംഗ് ഓവർ ദാറ്റ് ഒബ്സ്റ്റക്കിൾ. അപ്പോൾ അത് കൂടുതലായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ് അല്ലേ. ബ്രിഡ്ജ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ്. അപ്പോൾ മെയിൻലി ഈ ഒബ്സ്റ്റക്കിൾസിനെ ക്രോസ് ഓവർ ചെയ്യാൻ അല്ലെങ്കിൽ ക്രോസിങ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് അതിൻ്റെ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ബിൽറ്റ് ടു ബി സ്ട്രോങ് എനഫ് ടു സേഫ്ലി സപ്പോർട്ട് ഇറ്റ്സ് ഓൺ വെയിറ്റ് ആസ് വെൽ ആസ് ദ വെയിറ്റ് ഓഫ് എനിത്തിങ് ദാറ്റ് ഷുഡ് പാസ് ഓവർ ഇറ്റ്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ഡിസൈനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി മനസ്സിലാവും, ആ ഒരു ഡിസൈൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി ബ്രിഡ്ജ് മുഴുവനും എന്തായിരിക്കും, ഓവർ ഡിസൈൻഡ് ആണ്. അപ്പോൾ നമ്മുടെ നോർമൽ RCC സ്ട്രക്ചറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്രിഡ്ജ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബ്രിഡ്ജിൻ്റെ ഡിസൈൻ മിക്കവാറും ഓവർ ഡിസൈൻഡ് ആയിരിക്കും. കാരണം നമുക്ക് അവിടെ ഉണ്ടാകുന്ന ലോഡ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഡൈനാമിക് ലോഡ് വരുന്നുണ്ട്, അവിടെ മൂവബിൾ ലോഡ്സ് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ സെൽഫ് വെയിറ്റ് ഓഫ് ദാറ്റ് സ്ട്രക്ചർ ഇറ്റ് സെൽഫ് നല്ല ലോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ കൂടി പാസ് ചെയ്യുന്ന വെഹിക്കിൾസിൻ്റെ ഡൈനാമിക് ലോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതാണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലോഡാണ് ബ്രിഡ്ജസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് മിക്കവാറും ഓവർ ഡിസൈൻഡ് ആണ്. കാരണം ഓവർ ഡിസൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു റിക്വയർമെൻറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ബിൽറ്റ് ടു ബി സ്ട്രോങ്. അപ്പോൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ട്രോങ് ആയിട്ട് വേണം നമ്മൾ ബിൽഡ് ചെയ്യാൻ. സ്ട്രോങ് എനഫ് ടു സേഫ്ലി സപ്പോർട്ട് ഇറ്റ്സ് ഓൺ വെയിറ്റ് ആസ് വെൽ ആസ് ദ വെയിറ്റ് ഓഫ് എനിത്തിങ് ദാറ്റ് ഷുഡ് പാസ് ഓവർ ഇറ്റ്. എ ബ്രിഡ്ജ് ഈസ് എ സ്ട്രക്ചർ വിച്ച് മെയിൻറ്റെയിൻ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് എ ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾ. നമ്മളത് പറഞ്ഞു അല്ലേ, ചാനൽ അല്ലെങ്കിൽ റിവർ അതിനെ ക്രോസ് ചെയ്യാൻ, റോഡിനെ ക്രോസ് ചെയ്യാൻ, റെയിൽവേ ലൈനിനെ ക്രോസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വാലീസ് ഉണ്ടെങ്കിൽ അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ബ്രിഡ്ജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്രിഡ്ജിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പഠിക്കാം. ഡെസിഗ്നേഷൻ അതായത് ഇപ്പം ബ്രിഡ്ജ് നമ്മൾ പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർ എന്ന് പറയാറുണ്ട്, വയാഡക്റ്റ് എന്നൊക്കെ പറയാനുണ്ട്, കൾവേർട്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ അങ്ങനെ ഓരോ പേര് കൊടുത്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ബ്രിഡ്ജ് എന്ന് നമ്മൾ പൊതുവായിട്ട് എങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ റോഡ് ട്രാഫിക്കിനെയോ റെയിൽവേ ട്രാഫിക് ലൈനെയോ റെയിൽവേ ട്രാഫിക് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ഓവർ എ ചാനൽ ഓർ വാലി, അപ്പോൾ അതൊക്കെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. That is, if it carries road traffic or railway traffic or a pipeline over a channel or a valley, അപ്പോൾ ഇതൊക്കെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിലാണ് റോഡ് ട്രാഫിക്, റെയിൽവേ ട്രാഫിക്, പൈപ്പ് ലൈൻ ഓവർ എ ചാനൽ അല്ലെങ്കിൽ വാലിയിൽ കൂടി പൈപ്പ് ലൈൻ ഓവർ എ വാലി, ഇത് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ബ്രിഡ്ജ് എന്നുള്ള പേരിൽ നമ്മളതിനെ പറയുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് ഉണ്ട് അല്ലേ. അതായത് ഇപ്പം റോഡ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ റോഡിന് റെയിൽവേയിലൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് if it carries the traffic or pipe over a communication system like roads or railways. അതായത് ഇപ്പം റോഡില്ലെങ്കിൽ റെയിൽവേൻ്റെ മുകളിൽ കൂടി, റോഡ്
അല്ലെങ്കിൽ റെയിൽവേ അതിൻ്റെ മുകളിൽ കൂടി ട്രാഫിക് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് എന്ന് വിളിക്കും അല്ലേ? ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് നമ്മൾ വിളിക്കും. That is, if it carries the traffic or pipe over a communication system like roads or railways. അതിനെ നമ്മൾ എന്ത് പറയുക? ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് എന്ന് വിളിക്കും. ബ്രിഡ്ജ് എന്താണ്? മെയിൻലി നോർമൽ റോഡ് ട്രാഫിക് അല്ലെങ്കിൽ റെയിൽവേ ട്രാഫിക് പൈപ്പ് ലൈൻ ഓവർ എ ചാനൽ ഓർ വാരി ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ്. സെയിം ട്രാഫിക് അല്ലെങ്കിൽ സെയിം ട്രാഫിക് തന്നെ എന്താണ് ഒരു റോഡിൻ്റെ മുകളിൽ കൂടി that is the system like communication system like roads or railwayക്ക് മുകളിൽ കൂടിയാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? വയാഡക്റ്റ് ഉണ്ട്. ബ്രിഡ്ജ് ദാറ്റ് ഈസ് സെവറൽ സ്മോൾ സ്പാൻ കൺസ്ട്രക്റ്റഡ് ഓവർ എ ബിസി ലൊക്കാലിറ്റി എ വാലി ഡ്രൈ ഓർ വെറ്റ് ലാൻഡ് ഓർ ഫോമിങ് എ ഫ്ലൈ ഓവർ ടു ക്യാരി ദ വെഹിക്കുലർ ട്രാഫിക്. ഈ വയാഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് വാലിയാണ്. ദാറ്റ് ഈസ് ഇതിങ്ങനെ വെച്ചാൽ ചെറിയ ചെറിയ സ്പാൻ ആയിട്ട് ഉണ്ടാവുക. ഇപ്പം ഒരു സ്പാൻ ഉണ്ടാവും, അതിൻ്റെ എന്തായിരിക്കും? അതിൻ്റെ അബട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് സ്പാൻ വരും, അബട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് സ്പാൻ വരും, അബട്ട്മെൻറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പില്ലർ ഉണ്ടാവും, പിയർ ഉണ്ടാവും. അപ്പോൾ ഇതെന്തായിരിക്കും? മെയിൻലി ഒരു വാലി ആയിരിക്കും. ഒരു വാലിയിൽ കൂടി ഇത്രയും വലിയൊരു വാലി ഉണ്ടാവും. ഈ വാലി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മോൾ സ്പാൻ ആയിട്ടുള്ള സെവറൽ സ്മോൾ സ്പാൻ ആയിട്ടുള്ള ബ്രിഡ്ജിനെ നമ്മൾ എന്ത് പറയുന്നത്? വയാഡക്റ്റ് എന്ന് പറയുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ബ്രിഡ്ജ്. ഇവിടുത്തെ കീ പോയിന്റ് സെവറൽ സ്മോൾ സ്പാൻ കൺസ്ട്രക്റ്റഡ് ഓവർ എ ബിസി ലൊക്കാലിറ്റി എ വാലി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാലിയാണ്, ഡ്രൈ ഓർ വെറ്റ് ലാൻഡ് ഓർ ഫോമിങ് എ ഫ്ലൈ ഓവർ ടു ക്യാരി ദ വെഹിക്കുലർ ട്രാഫിക്. അതാണ് വയാഡക്റ്റ്. അപ്പോൾ ബ്രിഡ്ജ് എന്താണെന്ന് പഠിച്ചു, ഫ്ലൈ ഓവർ എന്താണെന്ന് പറഞ്ഞു, വയാഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിഡ്ജ് നമുക്ക് എല്ലാവർക്കും അറിയാം, മെയിൻലി റോഡ് അല്ലെങ്കിൽ റെയിൽവേ ട്രാഫിക്. ഫ്ലൈ ഓവർ എന്താണ്? റോഡ് അല്ലെങ്കിൽ റെയിൽവേൻ്റെ മുകളിൽ കൂടി പാസ് ചെയ്യുന്ന മുകളിൽ കൂടി പാസ് ചെയ്യുന്ന സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ മുകളിൽ കൂടി ട്രാഫിക്കിനെ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചറാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് നമ്മൾ പറയുന്നത്. പിന്നെ വയാഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ സ്പാൻ ആയിട്ടുള്ള നമ്പർ ഓഫ് സ്പാൻസ് ആയിട്ടുള്ള ബ്രിഡ്ജ് ആയിരിക്കും. അപ്പോൾ മെയിൻലി ഒരു വാലിനെ ക്രോസ് ചെയ്യാൻ ഡ്രൈ ഓർ വെറ്റ് ലാൻഡ് ഓർ ഫ്ലൈ ഓവർ ഫോമിങ്, അതൊരു ഫ്ലൈ ഓവർ പോലെ ഉണ്ടാവുക, ഫോമിങ് എ ഫ്ലൈ ഓവർ ടു ക്യാരി ദ വെഹിക്കുലർ ട്രാഫിക്. അപ്പോൾ ഇത്രയും വലിയൊരു വാലി അല്ലെങ്കിൽ ഡ്രൈ ലാൻഡ് ഒക്കെ വരികയാണെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്യണം നമുക്ക്. ഇതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ സ്മോൾ സ്പാൻ ബ്രിഡ്ജ് ആക്കിയിട്ട് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെഹിക്കുലർ ട്രാഫിക് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വയാഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കമ്പണൻറ്റ് പാർട്സ് ഓഫ് എ ബ്രിഡ്ജ് ആണ്. അപ്പോൾ ബ്രിഡ്ജ് നമുക്കറിയാം മെയിൻലി എന്താണ്? സബ്സ്ട്രക്ചറും ഉണ്ട്, അതിന് സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് സ്ലാബ്, പിന്നെ അതിൻ്റെ മുകളിലെ ട്രസ്സ്, പിന്നെ ബീം, ഗേഡേഴ്സ് അതൊക്കെ വരും. ഡക്ക്, ട്രസ്സ്, ഗേഡേഴ്സ് ഒക്കെ വരും. സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ അതിൻ്റെ താഴെയുള്ള ഭാഗം, മെയിൻ സ്ലാബിൻ്റെ താഴെയുള്ള ഭാഗം. അപ്പോൾ അതിൽ വരുന്നത് പിയേഴ്സ് അല്ലെങ്കിൽ അബട്ട്മെൻ്റ് ഉണ്ടാവും, ബിയറിങ്സ്, ഫൗണ്ടേഷൻ, അതൊക്കെയാണ് അതിൻ്റെ കമ്പണൻസ് ഓഫ് ബ്രിഡ്ജിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണൊരു ബ്രിഡ്ജ്. അപ്പോൾ താഴെ കണ്ടോ, ഇത് ഫൗണ്ടേഷൻ, താഴെ ഫൗണ്ടേഷൻ ഉണ്ട്. ഈ കോളത്തിനെ നമ്മൾ എന്ത് പറയുക? പിയർ അല്ലെങ്കിൽ അബട്ട്മെൻ്റ് എന്ന് പറയും. അപ്പോൾ അബട്ട്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, ഈ ഒരു സോയലിനെ റീറ്റെയിൻ ചെയ്യുന്ന പോർഷനാണ് അബട്ട്മെൻറ്റ്. അപ്പോൾ അതായത് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിനെ നമ്മൾ പിയർ എന്ന് പറയും. എൻഡ് സപ്പോർട്ട് ഓഫ് ദ ബ്രിഡ്ജാണ് അബട്ട്മെൻറ്റ്. എൻഡ് സപ്പോർട്ട് ഓഫ് ദ ബ്രിഡ്ജാണ് അബട്ട്മെൻറ്റ്. ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ് പിയർ. പിന്നെ ഈ സ്ലാബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ബ്രിഡ്ജ് സ്ലാബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡക്ക്. അപ്പോൾ ഈ ഡക്ക് സ്ലാബ് ഇവിടെ നമ്മൾ എന്താണ്? ഈ ഷോക്ക്, ഈ ബ്രിഡ്ജിൽ കൂടി വെഹിക്കുലർ ട്രാഫിക്കാണ് കടന്നു പോകുന്നത് അല്ലേ, അപ്പോൾ ഭയങ്കര ഷോക്ക് ഒക്കെ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഡക്ക് സ്ലാബിൻ്റെ താഴെ ബിയറിങ്സ് പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ബിയറിങ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ വരുന്നത് ദാറ്റ് ഈസ് ഈ സ്ലാബിന്, ഈ ഡക്കിൻ്റെ താഴെ ഭാഗം വരുന്ന പോർഷൻസ് ഒക്കെ എന്താണ്? സബ്സ്ട്രക്ചറാണ്. ഡക്കിൻ്റെ മുകൾ ഭാഗത്തും വരുന്നതൊക്കെ സൂപ്പർ സ്ട്രക്ചറാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് കമ്പണൻസ് ഓഫ് ബ്രിഡ്ജ്. സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്ക് സ്ലാബിൻ്റെ താഴെ വരുന്നത് പിയർ, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടായ പിയർ, എൻഡ് സപ്പോർട്ടായ അബട്ട്മെൻറ്റ്, ബിയറിങ്സ്, ഫൗണ്ടേഷൻ. ദെൻ ഡക്കിൻ്റെ മുകൾ ഭാഗത്തും വരുന്നതൊക്കെ സൂപ്പർ സ്ട്രക്ചറാണ്. അപ്പോൾ ഡക്ക് വരും, ട്രസ്, ഗേഡർ എന്ന് പറഞ്ഞാൽ ബീം, വലിയ ലോങ് ബീമിനെയാണ് നമ്മൾ ഗേഡർ എന്ന് വിളിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മളെ സൂപ്പർ സ്ട്രക്ചർ, അതൊക്കെയാണ് സൂപ്പർ സ്ട്രക്ചർ വരുന്നുണ്ടാവുക.
അപ്പോൾ സൂപ്പർ സ്ട്രക്ചർ. ദ കമ്പണൻസ് ഓഫ് എ ബ്രിഡ്ജ് എബവ് ദ ബിയറിംഗ് ഈസ് നോൺ ആസ് സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ കണ്ടോ, നമ്മുടെ ഡക്കിന് മുകളിലുള്ള ഭാഗങ്ങളുമാണ് നമ്മൾ പറഞ്ഞു സൂപ്പർ സ്ട്രക്ചർ. ദാറ്റ് ഈസ് ഡക്കിന് മുകളിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ബിയറിങ്സിന് മുകളിലുള്ള ഭാഗം അല്ലേ. ബിയറിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഡക്ക് വെക്കുന്നത് അല്ലേ. അപ്പോൾ ബിയറിങ്സിന് മുകളിലുള്ള എല്ലാ പോർഷൻസിനെയും നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഡക്കിന് മുകളിലുള്ള ഭാഗങ്ങൾ. ഡക്ക് എവിടെയാണ്, ബിയറിങ്സിൻ്റെ മുകളിലാണ്. സോ നമുക്ക് കോമൺലി എന്ത് പറയാം, ദ കമ്പണൻസ് ഓഫ് ദ ബ്രിഡ്ജ് എബവ് ദ ബിയറിംഗ് ഈസ് നോൺ ആസ് സൂപ്പർ സ്ട്രക്ചർ. ഇത് എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുന്നേ RRB ജെയ്ക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറേ ഓപ്ഷൻസിൽ എന്തൊക്കെ തരും, കമ്പണൻസ് ഓഫ് ബ്രിഡ്ജ് എബവ് പിയർ, അല്ലെങ്കിൽ കമ്പണൻസ് ഓഫ് ബ്രിഡ്ജ് എബവ് ഫൗണ്ടേഷൻ, കമ്പണൻസ് ഓഫ് ബ്രിഡ്ജ് എബവ് ബിയറിംഗ്. ഇപ്പോൾ തെറ്റിപ്പോകരുത്, കമ്പണൻസ് ഓഫ് ബ്രിഡ്ജ് എബവ് ബിയറിംഗ് ആണ്. എബവ് ഡക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, സൂപ്പർ സ്ട്രക്ചർ ആണ്. എബവ് ഡക്ക് ആൻഡ് ഡക്ക്, എബവ് ഡക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചർ ആണ്. സോ ഡക്ക് എവിടെയാണ്, ബിയറിംഗിന്റെ മുകളിലാണ് അല്ലേ. സോ ദ കമ്പണൻസ് ഓഫ് എ ബ്രിഡ്ജ് എബവ് ദ ബിയറിംഗ് ആണ് സൂപ്പർ സ്ട്രക്ചർ. സോ കീ പോയിന്റ് ശ്രദ്ധിക്കുക, കമ്പണൻസ് ഓഫ് ദ ബ്രിഡ്ജ് എബവ് ദ ബിയറിംഗ്, അതാണ് സൂപ്പർ സ്ട്രക്ചർ. അപ്പം അതിലെന്തൊക്കെ വരുന്നുണ്ട്, ബീം, ഗേർഡേഴ്സ്, ആർച്ച്, കേബിൾസ്, ഫ്ലോറിങ്, നമ്മുടെ ബിയറിംഗ്, പാരപ്പറ്റ് വാള്, ഹാൻഡ് റെയിൽ, അതൊക്കെ വരും. ഓക്കെ, നെക്സ്റ്റ് സബ്സ്ട്രക്ചർ. ദ കമ്പണൻസ് ഓഫ് ദ ബ്രിഡ്ജ് ബിലോ ദ ലെവൽ ഓഫ് ബിയറിംഗ് ഈസ് നോൺ ആസ് സബ്സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ബിയറിംഗ് ആണ് നമ്മുടെ ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ബിയറിംഗ്. അപ്പോൾ ബിയറിങ്ങിൻ്റെ താഴെയാണെങ്കിൽ സബ്സ്ട്രക്ചർ ആണ്, ബിയറിങ്ങിൻ്റെ മുകളിലാണെങ്കിൽ അതെന്താണ്, സൂപ്പർ സ്ട്രക്ചർ ആണ്. അപ്പോൾ കമ്പണൻസ് ഓഫ് ദ ബ്രിഡ്ജ് ബിലോ ദ ലെവൽ ഓഫ് ദ ബിയറിംഗ് ഈസ് നോൺ ആസ് സബ്സ്ട്രക്ചർ. ഓക്കെ, സബ്സ്ട്രക്ചറിൽ വരുന്നത് അബട്ട്മെന്റ് വരുന്നുണ്ട്, പിയർ വരുന്നുണ്ട്, വിങ് വാൾ, ഫൗണ്ടേഷൻ ഫോർ അബട്ട്മെന്റ് ആൻഡ് പിയേഴ്സ്, അതൊക്കെ വരും. ഓക്കെ ഓക്കെ, ബിയറിംഗ് ആണ് അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ബിയറിംഗ് നമ്മൾ മെയിൻലി പറയുന്നത് സൂപ്പർ സ്ട്രക്ചർ ആയിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. സൂപ്പർ സ്ട്രക്ചറിൽ തന്നെയാണ് അത് വരിക. ബിയറിംഗിലാണ് നമ്മൾ ആ ഒരു ഡിവിഷൻ കൊടുക്കുന്നത്. ബിയറിംഗിൻ്റെ താഴെ സബ്സ്ട്രക്ചറും ബിയറിംഗിൻ്റെ മുകളിൽ സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ ബിയറിംഗും നമ്മൾ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ആ ഒരു കാറ്റഗറിയിലോട്ടേക്കാണ് എടുക്കുന്നത് ബിയറിംഗിന്. അപ്പം നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോന്ന് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സൂപ്പർ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കമ്പണൻസ് ഓഫ് ദ ബ്രിഡ്ജ് എബവ് ദ ബിയറിംഗ് ആണ്. വരുന്നത് എന്തൊക്കെയാണ്, ആർച്ച്, കേബിൾസ്, ഫ്ലോറിങ്, ബിയറിംഗ്, പാരപ്പറ്റ് വാൾ, ഹാൻഡ് റെയിൽ, ബീംസ് ആൻഡ് ഗേർഡേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ബീംസ് ആൻഡ് ഗേർഡേഴ്സ് നോക്കാം. ബീംസ് ആൻഡ് ഗേർഡേഴ്സ്. അപ്പോൾ ബീംസ് ആൻഡ് ഗേർഡേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബീമിനെ തന്നെയാണ് നമ്മൾ ഗർഡർ എന്ന് വിളിക്കുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ പർപ്പസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ബോത്ത് സെർവ് ദ സെയിം പർപ്പസ്. ബീമും ഗേർഡറിൻ്റെയും പർപ്പസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ടു സപ്പോർട്ട് ദ റോഡ് വേ ആൻഡ് കീപ്പ് ഇറ്റ് ഫ്രം ബെൻഡിങ്. അപ്പം അതിൻ്റെ ഒരു എന്തിനാണ് നമ്മൾ ബീമിനെ ബീം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീമിൻ്റെ മുകളിലാണ് നമ്മുടെ ഡക്ക് സ്ലാബ് വരുന്നത്. ഡക്ക് സ്ലാബിലാണ് നമ്മുടെ റോഡ് വേ വരുന്നത് അല്ലേ. അപ്പോൾ ഇത് ബീമാണെങ്കിൽ ബീമിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്, ഡക്ക് സ്ലാബ് വരുന്നത്. അപ്പോൾ ഡക്ക് സ്ലാബ് തന്നെയാണ് റോഡ് വേ അല്ലെങ്കിൽ വെഹിക്കുലർ ട്രാഫിക്കിനെ കടന്നു പോകാനുള്ള പാസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീം എന്തായിരിക്കണം, ഈ വെഹിക്കിളിൻ്റെ ലോഡ് കാരണം ബീം ഒരിക്കലും തന്നെ എന്താണ്, ബെൻഡ് ആവാൻ പാടില്ല അല്ലേ. അപ്പോൾ ബെൻഡിങ് പ്രിവെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡക്ക് സ്ലാബിൻ്റെ ബെൻഡിങ് പ്രിവെൻറ്റ് ചെയ്യും. ഡക്ക് സ്ലാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കമ്പണൻ്റ് ആണ് നമ്മുടെ ബീം എന്ന് പറയുന്നത്. ഓക്കെ, ടു സപ്പോർട്ട് ദ റോഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സപ്പോർട്ട് ദ ഡക്ക് സ്ലാബ് തന്നെ ആൻഡ് കീപ്പ് ഇറ്റ് ഫ്രം ബെൻഡിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. ഗേർഡേഴ്സ് ആർ അനദർ ടൈപ്പ് ഓഫ് ബീം സപ്പോർട്ട്. ഗേർഡേഴ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീം ടു സപ്പോർട്ട് ഹെവി ലോഡ്. കണ്ടോ, അപ്പോൾ ഹെവി ലോഡൊക്കെ ആണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ബീമിന് പകരം ഗേർഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഗേർഡേഴ്സ് എന്ന് പറഞ്ഞ ടേം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നോർമൽ ലോഡൊക്കെ ആണെങ്കിൽ, ആവറേജ് ലോഡൊക്കെ ആണെങ്കിൽ ബീം മതിയാകും. ഹെവി ലോഡ് ഇപ്പോൾ ബ്രിഡ്ജിലൊക്കെ എങ്ങനെയാണ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഹെവി ഡൈനാമിക് ലോഡൊക്കെയാണ് വരുന്നത് അല്ലേ. ടൈം ടു ടൈം എന്താണ്, ലോഡ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹെവി ലോഡിനെ ക്യാരി ഔട്ട് ചെയ്യുന്ന സാധനമാണ് ഗേർഡർ. സെയിം തന്നെയാണ്, ബീം തന്നെയാണ്, പക്ഷേ ഹെവി ലോഡിനെ ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ് ഗേർഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീംസ് ഹാവ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ വെറാസ് ഗേർഡേഴ്സ് ഹാവ് ഐ ഷേപ്ഡ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഹെവി ലോഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ മെയിൻലി ഐ സെക്ഷൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ബീം ആവറേജ് ലോഡ് അല്ലെങ്കിൽ നോർമൽ ലോഡാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അതെന്താണ്, നോർമൽ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ മതി. പക്ഷേ ഹെവി ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യും,
നല്ല ഐ ഷേപ്പ്ഡ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഐ ഷേപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഫ്ലാഞ്ച് ഉണ്ട്, വെബ് ഉണ്ടാവും അല്ലേ? അപ്പോൾ മെയിൻലി ഈ ഫ്ലാഞ്ച് ആണ് ഫ്ലക്ചർ എടുക്കുന്നത്. ഫ്ലാഞ്ച് ആണ് ഫ്ലക്ചർ എടുക്കുക, വെബ് എന്തെടുക്കും? ഷിയർ എടുക്കും. ഐ ഷേപ്ഡ് ക്രോസ് സെക്ഷൻ വിത്ത് 2 ലോഡ് ബിയറിംഗ് ഫ്ലാഞ്ചസ് ആൻഡ് സ്റ്റെബിലൈസിങ് വെബ്. കണ്ടോ? അപ്പോൾ 2 ലോഡ് ബിയറിംഗ് ഫ്ലാഞ്ചസ്, 2 ഫ്ലാഞ്ചസും ഉണ്ടാവും, പിന്നെ വെബും ഉണ്ടാവും. ഫ്ലാഞ്ചസ് ആണ് ഫ്ലക്ചർ അല്ലെങ്കിൽ ബെൻഡിങ് എടുക്കുന്നത്, വെബ് എന്തെടുക്കും? ഷിയർ എടുക്കും. അപ്പോൾ ഹെവി ലോഡ് ആകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബീമിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഗേർഡർ എന്ന് പറയുന്നത്. ബീം റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഗേർഡേഴ്സ് എന്താണ്? ഐ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത്രയാണ് ബീംസ് ആൻഡ് ഗേർഡേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ബിയറിങ്സ്. ഇപ്പോൾ ബിയറിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇത് കണ്ടോ? ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ ഗർഡർ. കണ്ടോ? ഈ ഒരു ബീം പോലെ നിങ്ങൾ കാണുന്ന ഈ സംഭവത്തിനെയാണ് നമ്മൾ ഗർഡർ എന്ന് വിളിക്കുക. അപ്പോൾ ഗർഡർ, ഇപ്പോൾ ഇതെന്താണ്? ഇവിടെ ഈ ഒരു പിയറിൽ ഗർഡർ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ഈ ഗർഡറിൻ്റെയും പിയറിൻ്റെയും നടുക്കായിട്ട് ഈ ഗർഡർ അല്ലെങ്കിൽ ഗർഡർ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് പറയുക? ബിയറിങ്സ് എന്ന് വിളിക്കുക. ഗർഡർ എവിടെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? ബിയറിങ്സിലായിരിക്കും ഗർഡർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബിയറിങ്സിലായിരിക്കും ഗർഡർ എന്ത് ചെയ്യുന്നുണ്ടാവുക? സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ബിറ്റ്വീൻ ദ ബ്രിഡ്ജ് ഗേർഡർ ആൻഡ് ദ പിയർ ക്യാപ്പ് ബിയറിംഗ് പ്രൊവൈഡ്സ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഫിഗറിൽ കണ്ടു. അപ്പോൾ ആദ്യം എന്തുണ്ടാവും? ഇതാ ഈ ഒരു ഫിഗർ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ബിയറിങ്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഡക്കാണ്. ഡക്ക് സ്ലാബിൻ്റെ താഴെ എന്തുണ്ട്? ഗർഡർ ഉണ്ട്. അപ്പോൾ ഇത് ഗർഡറാണ്. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്നത് ഗർഡർ ഉണ്ടാവും. അപ്പോൾ ഗർഡർ എവിടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പിയറിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദിസ് പിയർ ആൻഡ് ഗർഡർ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ബിയറിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ ഗർഡർ ആൻഡ് പിയർ ക്യാപ്പ്, പിയറിൻ്റെ മുകളിലാണ് പിയർ ക്യാപ്പ് ഉണ്ടാകുന്നത്. പിയർ ക്യാപ്പ് നമ്മൾ എന്ത് കൊടുക്കുന്നു? ബിയറിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ബിയറിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു എനാബിൾ മോഷൻ ഓർ വൈബ്രേഷൻ ഓഫ് ദ ടോപ്പ് സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബ്രിഡ്ജ് വൈൽ എക്സ്ട്രാക്ടിങ് ഇഫക്ട് സ്ട്രെസ് ഫ്രം ദ ബ്രിഡ്ജ് ഫൗണ്ടേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ ആ ഒരു വെഹിക്കുലർ ട്രാഫിക്കിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാകും അല്ലേ? അപ്പോൾ ആ വൈബ്രേഷൻസിലേക്ക് അബ്സോർബ് ചെയ്യുന്ന സാധനമാണ് ഈ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയറിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു എനാബിൾ മോഷൻ ഓർ വൈബ്രേഷൻ ഓഫ് ദ ടോപ്പ് സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ ടോപ്പ് സൂപ്പർ സ്ട്രക്ചർ, ടോപ്പിലുള്ള ഡക്ക് സ്ലാബിലൊക്കെ വരുന്ന വൈബ്രേഷൻസിനെയൊക്കെ എന്ത് ചെയ്യും? ഇത് അബ്സോർബ് ചെയ്തെടുക്കും. ടോപ്പ് സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബ്രിഡ്ജ് വൈൽ എക്സ്ട്രാക്ടിങ് ഇഫക്ട്സ് സ്ട്രെസ് ഫ്രം ദ ബ്രിഡ്ജ് ഫൗണ്ടേഷൻ. ഓക്കെ. അപ്പോൾ ബിയറിങ്സ് ആയി. നെക്സ്റ്റ് കേബിൾസ് ആൻഡ് ആർച്ചസ്. കേബിൾസ് ആൻഡ് ആർച്ചസ്. അപ്പോൾ കേബിൾസ് ആൻഡ് ആർച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതാണ് വയാഡക്റ്റ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ വയാഡക്റ്റ് കണ്ട, നമ്പർ ഓഫ് സ്പാൻസ് ഉണ്ടാവും. നമ്പർ ഓഫ് സ്പാൻസ് ചേർന്നിട്ടാണ് ബ്രിഡ്ജിൻ്റെ സ്പാൻസ് ഉണ്ടാവും. എന്നിട്ട് ഒരു വാലീനെ ക്രോസ് ചെയ്യുന്ന സാധനമാണ് വയാഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ കേബിൾസ് ആൻഡ് ആർച്ചസ് ആണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇത് ട്രസ് ബ്രിഡ്ജാണ്. കണ്ടോ? ഇതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ഉണ്ടാവും. ഇത്തരത്തിൽ ട്രസ് വർക്ക്, അതൊരു സൂപ്പർ സ്ട്രക്ചറാണ്. ട്രസ് ഉണ്ടാവും. അപ്പോൾ ചില കേസിൽ എന്താണത്? ആർച്ചായിട്ടാണ് ഉണ്ടാവുക. ട്രസ് വർക്ക് ഉണ്ടാവും, കേബിൾസ് ഉണ്ടാവും. കണ്ടോ? ഇത്തരത്തിലിങ്ങനെ സസ്പെൻഷൻ ബ്രിഡ്ജിൽ കണ്ടോ? സെറ്റ് ഓഫ് കേബിൾസ്, ഇത്തരത്തിലിങ്ങനെ കേബിൾസ് ആൻഡ് ആർച്ചസ്, ഇതൊക്കെ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ ജസ്റ്റ് അത് ഫിഗർ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഓക്കെ. കേബിൾസ് ആൻഡ് ആർച്ചസ്. അപ്പോൾ ആർച്ചസ് അപ്ലൈ ടു കൺസ്ട്രക്ട് ആർച്ച് ബ്രിഡ്ജസ് ആൻഡ് കേബിൾ യൂസ്ഡ് ഫോർ സസ്പെൻഷൻ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജസ്. അപ്പോൾ ആർച്ച് ബ്രിഡ്ജസിൻ്റെ കേസിൽ, അപ്പോൾ ആർച്ച് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഭാരതപ്പുഴക്ക് കുറുകെയുള്ള ഒരു ബ്രിഡ്ജൊക്കെ ആർച്ച് ബ്രിഡ്ജാണ്. ഇത്തരത്തിൽ ആർച്ചായിട്ടുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ ഇങ്ങനെ ആർച്ചായിട്ടുള്ള ടൈപ്പ് ബ്രിഡ്ജാണ് ആർച്ചസ് ആയിട്ട് ഉണ്ടാവുക.
apply to construct arch bridges and cable used for suspension. നേരത്തെ നമ്മൾ ഫിഗറിൽ കണ്ടുപോയ സസ്പെൻഷൻ ബ്രിഡ്ജസിലാണെങ്കിൽ കേബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജസ് ആണ് യൂസ് ചെയ്യുക. ആർച്ചസ് ആൻഡ് കേബിൾസ് ആർ എസെൻഷ്യൽ കമ്പോണൻസ് ഇൻ കൺസ്ട്രക്ടിങ് വാരിയസ് ടൈപ്പ് ഓഫ് ബ്രിഡ്ജസ്. അപ്പോൾ ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിലെ എസെൻഷ്യൽ കമ്പോണൻ്റ് ആണ് ഈ ആർച്ചസും കേബിൾസും ഒക്കെ. അപ്പോൾ ആർച്ചസ് പോലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആർച്ച് ആക്ഷൻ വഴിയാണ് നമ്മുടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആർച്ച് ആക്ഷൻ വഴി എന്താണ് താഴോട്ടേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആർച്ച് ബ്രിഡ്ജസിലാണ്. സസ്പെൻഷൻ ബ്രിഡ്ജസിലൊക്കെ എങ്ങനെയാണ്, കേബിൾസ് വഴിയാണ് ലോഡ് താഴോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജസ് അല്ലെങ്കിൽ സസ്പെൻഷൻ ബ്രിഡ്ജസ് ആണ്. അപ്പം നെക്സ്റ്റ് സൂപ്പർ സ്ട്രക്ചറാണ് ഹാൻഡ് റെയിൽ ആൻഡ് പാരപ്പറ്റ് വാൾ. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ബ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മൾ എന്താണ് ഹാൻഡ് റെയിൽസ് നമ്മളിങ്ങനെ കൊടുക്കും. എന്തിനാണ്, നമ്മളെ വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ആക്സിഡൻറ്റ് വരികയാണെങ്കിൽ നമുക്കറിയാം അടിയിൽ വെള്ളമായിരിക്കും അല്ലേ. നമ്മൾ പുഴയൊക്കെ ഉറുകിയൊക്കെയാണ് ഇപ്പോൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നമ്മൾ പാരപ്പറ്റ് വാൾ ഹാൻഡ് റെയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെഹിക്കിളിനെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ താഴെ പുഴയിലോട്ടേക്ക് വീഴുന്നതിൽ നിന്ന് നമുക്കതിനെ സംരക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പം മനുഷ്യന്മാരെ കാര്യമായാലും അങ്ങനെ തന്നെ, എന്തെങ്കിലും ആക്സിഡൻറ്റ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഹാൻഡ് റെയിൽ പാരപ്പറ്റൊക്കെ നമുക്കതൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കാം. ഹാൻഡ് റെയിൽ ആൻഡ് പാരപ്പറ്റ് വാൾ. ദ പാരപ്പറ്റ് ഈസ് വൺ ഓഫ് ദ ബ്രിഡ്ജ് സേഫ്റ്റി ഫീച്ചർ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ സേഫ്റ്റി ഫീച്ചറാണത്. ദാറ്റ് പ്രിവെൻറ്റ് വെഹിക്കിൾസ് ഫ്രം ഫാളിംഗ് ഓഫ് വേർ ദർ ഈസ് എ ഡ്രോപ്പ്. ഇറ്റ് ബ്ലോക്സ് വ്യൂസ്, പ്രിവെൻറ്റ് ട്രാഷ് ഫ്രം എ ഫാളിംഗ് ബിലോ ആൻഡ് ആക്ട് ആസ് എ നോയ്സ് ബാരിയർ. നോയ്സ് ബാരിയർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചറായിട്ടും എന്ത് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഹാൻഡ് റെയിൽ അല്ലെങ്കിൽ പാരപ്പറ്റ് വാള് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ആ ഒരു സ്ലാബിനെ ഡെക്കിനെ തന്നെയാണ് നമ്മൾ ഫ്ലോറിംഗ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ ടോപ്പ് സർഫസ് ഓഫ് ദ ബ്രിഡ്ജ് റോഡ് സർഫസ് ഓൺ വിച്ച് വെഹിക്കിൾ ട്രാവൽ. ഇറ്റ് പ്രിപ്പയർ ഫോർ കോൺക്രീറ്റ് ഓർ എ ബിറ്റുമിനസ് റോഡ്. അപ്പോൾ എന്താണ് കോൺക്രീറ്റ് റോഡ് അല്ലെങ്കിൽ ബിറ്റുമിനസ് റോഡ്, നമ്മുടെ വെഹിക്കുലർ ട്രാഫിക്കിൻ്റെ ആ ഒരു പാസേജ് അതിൻ്റെ വഴി തന്നെയാണ് നമ്മളെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കോൺക്രീറ്റ് ഫ്ലോറിംഗ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ബിറ്റുമിനസ് നമ്മളെ നോർമൽ ടാറിട്ട റോഡ് പോലത്തെ ബിറ്റുമിനസ് റോഡായിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് അത്രയാണ് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന കമ്പണൻസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, അപ്പോൾ ആദ്യം നമ്മൾ ബീംസ് ആൻഡ് ഗേർഡേഴ്സ് പറഞ്ഞു. ഹെവി ലോഡ് ആകുമ്പോഴാണ് നമ്മളിതിനെ ഗേർഡർ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ബിയറിങ്സ് ഉണ്ട്, നമ്മുടെ പിയർ ക്യാപ്പിനും ഗേർഡറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ബിയറിംഗ് ഉണ്ട്. മെയിൻലി ഷോക്ക് അബ്സോർപ്ഷൻ, വൈബ്രേഷൻ അബ്സോർപ്ഷൻ ഒക്കെയാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ കേബിൾസ് ആൻഡ് ആർച്ചസ് വെച്ച് നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചർ ആൻഡ് നോയ്സ് ബാരിയർ ആയിട്ട് ഹാൻഡ് റെയിൽ ആൻഡ് പാരപ്പറ്റ് വാൾസ് ഉണ്ട്. പിന്നെ ഫ്ലോറിങ് മെയിൻലി കോൺക്രീറ്റ് റോഡോ അല്ലെങ്കിൽ ബിറ്റുമിനസ് റോഡോ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് സബ്സ്ട്രക്ചർ ആണ്. അപ്പോൾ സബ്സ്ട്രക്ചർ ഈസ് ദ ഫോർമേഷൻ ഓഫ് ദ ബ്രിഡ്ജ് ബിലോ ദ ലെവൽ ഓഫ് ദ ബിയറിംഗ്. ഇപ്പോൾ ബിയറിങ്ങിൻ്റെ താഴെയുള്ള ഭാഗമാണ് സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ട്രക്ചറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുക, അത് തന്നെയാണ് സബ്സ്ട്രക്ചറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് സേഫ്ലി ഡിസ്ട്രിബ്യൂട്ട് ദെയർ ലോഡ്സ് ടു ദ സബ്സോയിൽ. ഇപ്പോൾ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ മദർ എർത്തിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കമ്പണൻസ്. അപ്പോൾ സബ്സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു അല്ലേ, എൻഡ് സപ്പോർട്ടായ ബിയറിങ്ങിൻ്റെ താഴെയാണ് സബ്സ്ട്രക്ചർ അല്ലേ. അപ്പോൾ വരുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ എൻഡ് സപ്പോർട്ടായ അബട്ട്മെൻറ്റ്, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടായ പിയർ വരുന്നുണ്ട്, ദെൻ ഫൗണ്ടേഷൻ വരുന്നുണ്ട് അല്ലേ. ഫൗണ്ടേഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ അബട്ട്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് സൈഡിൽ എന്തുണ്ടാവും, വിങ് വാൾ നമ്മൾ കൊടുക്കാറുണ്ട്. അബട്ട്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് സൈഡിലോട്ടേക്ക് നമ്മൾ കൾവേർട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, വിങ് വാൾ ഇങ്ങനെ സൈഡിൽ വിങ് വാൾ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ സബ്സ്ട്രക്ചറിൽ വരുന്ന പോർഷൻസ് ആണ്. അബട്ട്മെൻറ്റ് ഉണ്ട്, വിങ് വാൾ ഉണ്ട്, പിയർ ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയർ തന്നെയാണ്, പക്ഷേ എൻഡ് സപ്പോർട്ടിനെയാണ് നമ്മൾ അബട്ട്മെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ അത് എന്തിനെങ്കിലും റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, സോയിലൊക്കെ റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. Abutment. It is a bridge or dam structural element used at the end of a bridge span or dam endorsed by a structure. A single span bridge has two abutments that provide vertical and lateral support. End support of the bridge. അപ്പോൾ രണ്ട് എൻഡിലും ഉണ്ടാവും, അതിനെ നമ്മൾ എന്ത് വിളിക്കുക, അബട്ട്മെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതെന്താണ്, വെർട്ടിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്, ലാറ്ററൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ലാറ്ററൽ സപ്പോർട്ട് എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു അല്ലേ, അബട്ട്മെന്റിന് എന്തായിരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിങ് വാൾ, അബട്ട്മെന്റിന് അടുത്തായിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, വിങ് വാൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും എർത്ത് സോയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു പർപ്പസും ഈ വിങ് വാൾ ആൻഡ് അബട്ട്മെന്റ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ലാറ്ററൽ സപ്പോർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ സോയിലിൻ്റെ ലാറ്ററൽ സപ്പോർട്ടായിട്ടും ഈ അബട്ട്മെന്റ് നമ്മളവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് റീറ്റെയിനിങ് വാൾ. കണ്ടോ, റീറ്റെയിനിങ് വാളായിട്ട്. പ്രിവെൻറ്റിംഗ് എർത്ത് ആൻഡ് ഫിൽ ഓഫ് ദ ബ്രിഡ്ജ് അപ്രോച്ചസ് ഫ്രം ഷിഫ്റ്റിംഗ് ലാറ്ററലി. അപ്പോൾ എർത്ത് ആൻഡ് ഫില്ലിനെ റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള റീറ്റെയിനിങ് വാളായിട്ടും അബട്ട്മെൻ്റ് അവിടെ ഉപയോഗപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ് വിങ് വാൾ. ഇറ്റ് ഈസ് എമംഗ് ദ ബ്രിഡ്ജ് എർത്ത് റീറ്റെയിനിങ് സ്ട്രക്ചർ. അപ്പോൾ അബട്ട്മെൻ്റ് തൊട്ട് അടുത്തായിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവുക, വിങ് വാൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അബട്ട്മെൻറ്റിനോട് മുട്ടിയിട്ട് അടുത്തായിട്ടായിരിക്കും വിങ് വാൾ കൊടുക്കുന്നുണ്ടാവുക. നമ്മുടെ അതൊരു എർത്ത് റീറ്റെയിനിങ് തന്നെയാണ്. ദേ സെർവ്സ് ആസ് റീറ്റെയിനിങ് വാൾസ് ആൻഡ് അഡ്ജസെൻറ്റ് ടു ദ അബട്ട്മെൻറ്റ്. വിങ് വാൾ ഹോൾഡ് സോയിൽ ഫോർ ദ അബട്ട്മെൻറ്റ്, റോഡ്വേ ആൻഡ് അപ്രോച്ച് എംബാങ്ക്മെൻറ്റ് വിച്ച് ക്യാൻ ബി അറ്റ് റൈറ്റ് ആംഗിൾസ് ഓർ സ്പ്ലേഡ് അറ്റ് വാരിയസ് ആംഗിൾസ്. ഒന്നുകിൽ നമ്മളത് റൈറ്റ് ആംഗിൾ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എന്താ, ഇത് അബട്ട്മെൻ്റ് ആണെങ്കിൽ ഇങ്ങനെ റൈറ്റ് ആംഗിൾ ആയിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്പ്ലെയ്ഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഒരു 45 ഡിഗ്രി ചെരിച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, ഇങ്ങനെ സ്പ്ലെയ്ഡ് ആയിട്ട് കൊടുക്കാറുണ്ട് വിങ് വാൾ. ഓക്കെ, എർത്ത് റീറ്റെയിൻമെൻ്റ് ആണ് അതിൻ്റെ പർപ്പസ്. എൻഡ് സപ്പോർട്ട് ഓഫ് എ ബ്രിഡ്ജ് ഏതാന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്, അബട്ട്മെൻ്റ് ആണ്. അബട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ട് വിങ് വാൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അത് റീറ്റെയിൻമെൻറ്റ് ഓഫ് ദ സോയിലിന് വേണ്ടിയിട്ടാണ്. പിന്നെ പിയർ, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് എ ബ്രിഡ്ജ് ആണ് പിയർ. ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ബ്രിഡ്ജ്. ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ബ്രിഡ്ജിനെ നമ്മൾ എന്ത് പറയുന്നത്, പിയർ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ആസ് എൻ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് സ്ട്രക്ചർ ബിറ്റ്വീൻ ടു ബ്രിഡ്ജസ്. The bridge piers are primarily responsible for supporting the bridge superstructure element and transferring load to the foundation. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നു, ദെൻ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന എല്ലാ ലോഡ്സിനെയും സേഫ്ലി ഫൗണ്ടേഷനിൽ വഴി മദർ എർത്തിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. The pier must be strong enough to withstand both horizontal and lateral forces. Piers are known as bridge compression member. അപ്പോൾ ബ്രിഡ്ജിൻ്റെ കംപ്രഷൻ മെമ്പർ അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ കോളംസ് ആണ് ഈ പിയർ, അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ കംപ്രഷൻ മെമ്പർ ആണ് പിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചു വെച്ചോളൂ, ഇത് മുന്നേ എക്സാമിന് SSC JEEക്ക് ചോദിച്ചിട്ടുണ്ട്, ബ്രിഡ്ജിൻ്റെ കംപ്രഷൻ മെമ്പർ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അബട്ട്മെൻ്റ് ഉണ്ടാവും, പിയർ ഉണ്ടാവും, വിങ് വാളൊക്കെ ഓപ്ഷനിലുണ്ടാവും. കറക്റ്റ് ആൻസർ എന്താണ്, പിയർ. പിയേഴ്സ് ആർ നോൺ ആസ് ബ്രിഡ്ജ് കംപ്രഷൻ മെമ്പർ. കോളംസ്, ബ്രിഡ്ജിൻ്റെ കോളംസ് ആണ് ഈ പിയർ എന്ന് പറയുന്നത്. Piers are classified according to their structural connectivity, section, shape and framing configuration. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. The piers can be classified as monolithic or cantilever based on its structural connectivity. Piers are categorized as solid pier ഉണ്ട്, hollow pier ഉണ്ട്, hexagonal ഉണ്ട്, round shaped ഉണ്ട്, octagonal ഉണ്ട്, rectangular ഉണ്ട്. based on the shape, different type ഷേപ്പിലുള്ള piers ഉണ്ട്. പിന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ, ഫ്രെയിമിംഗ് കോൺഫിഗറേഷൻ അനുസരിച്ച് സിംഗിൾ ഉണ്ട്, കോളം ബെൻഡ്, ഹാമർ ഹെഡ്, പിയർ വാൾ ടൈപ്പ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ദെൻ അനദർ സബ്സ്ട്രക്ചർ ആണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻസ് ആർ സ്ട്രക്ചർ ഡിസൈൻ ടു ഈവൻലി ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രം പിയേഴ്സ്, അബട്ട്മെൻറ്റ്, വിങ് വാൾസ് ആൻഡ് റിട്ടേൺ അക്രോസ് ദ സ്ട്രാറ്റ. അപ്പോൾ എന്താണ്, സൂപ്പർ സ്ട്രക്ചറിലുള്ള എല്ലാ ഫൗണ്ടേഷനും സബ്സ്ട്രക്ചറായ പിയർ, അബട്ട്മെൻറ്റ്, വിങ് വാള്, അതിൽ നിന്നൊക്കെ എന്താണ് ലോഡ് ഈ ഫൗണ്ടേഷനിലോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. The foundation provided for bridge structure are sufficiently deep to avoid scouring due to water movement. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ബ്രിഡ്ജ് നമ്മൾ എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, റിവർ ബോഡീസിലൊക്കെയാണ് അല്ലെ, അക്രോസ് റിവർ ബോഡീസിലൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ്. സോ അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ സ്കൗറിങ്, ഇപ്പോൾ എന്താണ് വെള്ളത്തിൻ്റെ ആ ഒരു വാട്ടർ കറൻറ്റ് കാരണം സ്കൗറിങ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ആ ഫൗണ്ടേഷൻ സോയിലിനെ കംപ്ലീറ്റ് ആയിട്ട് അത് സ്കൗർ ചെയ്തെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് വാട്ടർ കറൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അത്രയും ഡീപ്പായിട്ട് ഉള്ളിലോട്ടേക്ക് തന്നെ പോകണം. ഡീപ്പ് ടു അവോയ്ഡ് സ്കൗറിങ് ഡ്യൂ ടു വാട്ടർ മൂവ്മെൻറ്റ് ആൻഡ് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് അണ്ടർമൈനിങ്. അപ്പോൾ സ്കൗറിങ് അല്ലെങ്കിൽ എന്താണ് അണ്ടർമൈനിങ് ഫെയിലർ, പൈപ്പിംഗ് ഫെയിലർ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത്രയും ഡീപ്പിൽ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ, ബ്രിഡ്ജിൻ്റെ കേസിൽ ഫൗണ്ടേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് ആണ്. അതൊരു ലോങ് ആയിട്ടുള്ളൊരു സെഷനാണ്, പക്ഷേ ഇമ്പോർട്ടൻറ്റും ആണ്. ഇപ്പോൾ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൽ ഇപ്പം അങ്ങനെ ഒരു അത്ര കണ്ടൊരു ഡീപ്പായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ പക്ഷേങ്കിൽ നമ്മൾ എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഒരു കുറേ പറയാനുണ്ട്, പക്ഷെ അതെല്ലാം തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ പറഞ്ഞ പോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് ബേസ്ഡ് ഓൺ മെറ്റീരിയലിൻ്റെ ഉണ്ട്, ബേസ്ഡ്
ബേസ്ഡ് ഓൺ അലൈൻമെൻ്റ് ഉണ്ട്, ലൊക്കേഷൻ ഓഫ് ബ്രിഡ്ജസിനെ ബേസ് ചെയ്തിട്ടുണ്ട്, പർപ്പസിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ഹൈ ഫ്ലഡ് ലെവലിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് സ്പാനിനെ ബേസ് ചെയ്തിട്ടുണ്ട്, സ്പാൻ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്, നാവിഗേഷൻ ഫെസിലിറ്റീസിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ലോഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ബ്രിഡ്ജസിൻ്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മളെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.